അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ഗുഡ് മോർണിംഗ് അല്ല, ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോണത് ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഉറങ്ങി എണീക്കണോ വേണ്ടി എന്നുള്ള കൺഫ്യൂഷനിൽ കിടത്താണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവനാണെങ്കിൽ സുബൈക്ക് തന്നെ എണീക്കും ഗൈസ്. പിന്നെ ഇവൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്നെ ഇടങ്ങേറാക്കും, മേമ എന്ന് പറഞ്ഞിട്ടൊക്കെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ കുത്തുന്ന മോനൊക്കെ കളിപ്പിച്ചതിന് ശേഷം ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ പല്ലേക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. പല്ല് തേക്കലും മുഖ്യം വെക്കലും ഇല്ലെങ്കിൽ വൈകുന്നേറും. ഓക്കെ, അപ്പം പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും കുറേ നേരം മോൻ്റെ കൂടെ കളിച്ചു. പിന്നെ എന്തോ ഞാനും മോനായിട്ട് ഭയങ്കര സംഭവമാണ്. അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡാണ്. ഇവനാണെങ്കിൽ ഇന്നിങ്ങനെ നല്ല വേദന ആക്കും കേട്ടോ, മാന്തും കടിക്കും. ഞാൻ ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് പോയി വന്നപ്പോഴേക്കും എൻ്റെ മേലെ ഫുള്ളായിട്ട് നല്ല എന്താ പറയുക, അവൻ കടിച്ചതിൻ്റെ പാടും അതേപോലെ മന്തിൻ്റെ പാടുകളൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഫുൾ സ്ക്രാച്ച് ആയിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇത് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. എൻ്റെ ഉമ്മ ഇതിൻ്റെ പിറ്റേന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പോണതിൻ്റെ തലേന്നത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചു. രാവിലെ എണീച്ച കട്ടനാട്ടോ കുടിച്ചത്. അതിനുശേഷം ഞാൻ കുറേ തേരാപ്പര വെറുതെ നടന്നു. പിന്നെ ഭക്ഷണം ഉണ്ടാക്കണമെന്നും ഞാനിതിൽ വീഡിയോ എടുത്തിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല മടി പിടിച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണ് അത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു. പുട്ടും പഴമായിരുന്നു കേട്ടോ. അങ്ങനെ പുട്ടും പഴമൊക്കെ അടിച്ച് മാറിക്കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, ഒരു 11 മണി 10:45 ചക്ക മുറിച്ചു. ചക്ക ഉമ്മാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഹന്ന, അപ്പോൾ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പഴുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മുറിച്ച് റെഡിയാക്കി. മധുരം ഉണ്ടോ എന്നൊക്കെ മധുരമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ചക്കയായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ എന്താ പറയുക ചുളന്നെടുത്ത് പ്ലേറ്റിലേക്കും പാത്രത്തിലേക്കൊക്കെ ആക്കി വെച്ചു. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേന്നാണ് ഉമ്മ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചുളന്നെടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പിറ്റേന്ന് ഉമ്മ പോകുമ്പോൾ അതൊക്കെ പാക്ക് ചെയ്തിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ 2 ചക്കയൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ലാഗ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്, ബോറടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു വീഡിയോ ഒക്കെ എടുക്കട്ടെ. ഞാൻ കുറേ ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനൊക്കെ കഴിഞ്ഞ് വെറുതെ ഒരു പണിയിലായിരുന്നു, വെറുതെ തേരാപ്പര നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഉമ്മാൻ്റെ മടിയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക, ഉമ്മ ഇങ്ങനെ മടിയിൽ കിടന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ ആക്കുമ്പോൾ ശരിക്കും വേറൊരു ഫീലാണ് കേട്ടോ. അതിനൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാനും മോനും വീണ്ടും കളിക്കും. ഫോണിൽ നോക്കി നല്ല ചിരിക്കുന്നുണ്ട്. കുറവാവും എൻ്റെ കുട്ടിക്ക് ഇരിക്കണ ഇരുത്തം കണ്ടോ, കുറവായിട്ടോ നോക്കണില്ലായിരുന്നു കേട്ടോ. ആ കഴിഞ്ഞ് പിന്നെ ഉപ്പൂപ്പയും മോനും കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ നിൽക്കല്ല കേട്ടോ, അവർ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ഈവനിങ് ആയില്ല, ഒരു ഉച്ച ആയപ്പോൾ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ ഉച്ചക്ക് ചോറ് നിന്നില്ല കേട്ടോ, ശരിയാണ്, ഭക്ഷണം കഴിച്ചില്ല. ഞാനും ഉമ്മയും കൂടെ ഒന്ന് പുറത്ത് പോവാണ്. കാരണം കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഉമ്മ പോയതുകൊണ്ട് ഉമ്മക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക്ക, ചെമ്മീൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടൊന്ന് പൊരിച്ചിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ എന്തെങ്കിലും നാളെയോ മറ്റന്നാളെയോ അങ്ങനെ നമ്മളെ ഉമ്മ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതെന്തായാലും ഞാൻ എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൂടെ ഞാൻ എന്തായാലും ഇടും കേട്ടോ. അങ്ങനെ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാനും ഉമ്മയും കൂടെ ബസ്സിൽ തിരിച്ച് പോരാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ബോക്സ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിന്ന് ഇപ്പോൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഞാനിതിപ്പോൾ കുറേ ദിവസമായിട്ടോ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇന്നാണ് അത് എഡിറ്റ് ചെയ്യണത്. അതാണ് സംഭവം. അപ്പോൾ ഒരു ടച്ച് വരില്ല ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നതും ഈ വീഡിയോയും തമ്മിൽ കേട്ടോ. അങ്ങനെ നമ്മൾ കൊറിയറൊക്കെ വാങ്ങി. ഭയങ്കര ചൂടായിരുന്നു, പുറത്തേക്ക് ചെയ്യാൻ തന്നെ ശരിക്കും തോന്നില്ല കേട്ടോ, അങ്ങനത്തെ വെയിലും ചൂടുമാണ്. അങ്ങനെ നമ്മൾ കൊറിയറൊക്കെ വാങ്ങി വേഗം ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയ സമയത്ത് ഞാൻ ബ്രോസ്റ്റഡ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് വീട്ടിലെത്തലും അവർ വിളിക്കലും കൊണ്ടുപോകലൊക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, വേഗം തന്നെ എന്താ പറയുക പാക്കറ്റൊക്കെ പൊളിച്ച് മാറ്റി എല്ലാവരെയും വിളിച്ചു കൂട്ടി നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ കഴിച്ചു. പെട്ടെന്ന് തന്നെ കഴിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വിശപ്പ് നല്ല എന്താ പറയുക നല്ല കൂടുതലായിരുന്നു. അപ്പോൾ നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു രാത്രിയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ കഴിക്കും ഇതിപ്പോൾ എന്താ പരിപാടി എന്ന് സംഭവം എന്താ വെച്ചാൽ ഉസ്മാൻ വരുന്നുണ്ട്. അപ്പോൾ റൂമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മൻ്റെയും കൂടി ഒന്ന് ഹെൽപ്പ് ചോദിച്ചു. അങ്ങനെ 2 പേരും കൂടി ഒന്ന് റൂമൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ കുളിക്കാനൊക്കെ നല്ല നേരം വൈകിനായിരുന്നു കേട്ടോ. കാരണം ഒന്നുമല്ല, പിറ്റേന്ന് ഉമ്മ പോകാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ടായിരുന്നു. അപ്പോൾ നല്ല നേരം വൈകി. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇതാരാ വന്നത്, നമ്മൾ ഉസ്മാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഉസ്മാൻ 1 മാസത്തിന് ശേഷമാണ് ഗൈസ് വീട് കാണുന്നത്.
കാണുന്നത്, സോറി എൻ്റെ വീട് കാണുന്നത്. അപ്പോൾ ഉമ്മ പോയതുകൊണ്ട് ഉസ്മാനും അലിയങ്കിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ബോറടി തോന്നും, സ്വാഭാവികമാണ്. കാരണം എനിക്കിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴൊന്നും ഒരു ഉഷാറും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ആപ്പയും മോനൂസും കൂടി കണ്ടുമുട്ടി കേസ്. ഞാൻ വിചാരിച്ചു നല്ല കരിച്ചിലായിരിക്കുന്നത്, പക്ഷേ എൻ്റെ ധാരണകളൊക്കെ അവർ തെറ്റിച്ച് കളഞ്ഞു കേസ്. അവർ നല്ല കമ്പനി ആയിക്കൊണ്ട് ആപ്പനെ കണ്ടപ്പോൾ തന്നെ മോൻ ആപ്പൻ്റെ അടുത്തേക്ക് ചാടി കയറി ഓടി പോവുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഇത്രയുള്ള കുട്ടി വ്ളോഗാണ്, ചെറിയൊരു മിനി ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.